അവിടെ എത്തി. പകുതി അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നേ പോർട്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും തോന്നുന്നില്ല, നടക്കാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം നല്ല കയറ്റാ, വലിയ വലിയ പാറ, പിന്നെ നടക്കുമല്ലോ, വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. ചില സ്ഥലത്തിൽ ഇത്രയും വഴി ഉണ്ടാവില്ല, അത് ശരിക്കും നമ്മൾ വെച്ചില്ലെങ്കിൽ അങ്ങെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നോട് പോർട്ടർ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകാനാ, അത് പറ്റൂല, എനിക്ക് എന്തായാലും ABC പോയേ പറ്റൂ, എന്ത് സംഭവിച്ചാലും ശരി നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റൂല, അങ്ങനെയായിരുന്നത്. കാരണം ഒരു പ്രത്യേക ഫീലാണ്, നമുക്കത് പറയാൻ പറ്റൂല എങ്ങനെയായിരുന്നു ആ മാനസികാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരു കിളി പോയി എന്ന് പറയില്ല നമ്മൾ, ഒരവസ്ഥയായിരുന്നു അവിടെ എത്തുമ്പോൾ. അവിടെ നിന്ന് അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എന്താ തോന്നിയത്? തിരിച്ച് ഇറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവിടെ എത്തി നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചുമ്മാ ഒന്ന് നമ്മളെ കേരള മുണ്ടും വേഷ്ടി ഉണ്ടല്ലോ, കേരള സാരി, അത് ഇവിടുന്ന് പിന്നൊക്കെ സെറ്റാക്കിയിട്ട് കാരണം ഭയങ്കര കാറ്റാ, ശരി കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല എനിക്കത്. എന്നാലും ജസ്റ്റ് ഒന്ന് കൊടുത്തപ്പോൾ വേഗം പിന്നെ കുത്തി വെച്ചത് കൊണ്ട് പറന്നു പോയില്ല. പിന്നെ ഫ്ലാഗും നല്ല കാറ്റാ അവിടെ. ഫ്ലാഗ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്? എല്ലാം കൊണ്ടുപോയതാ, എല്ലാം കരുതി കൂട്ടിട്ടാ പോയി. ആണോ? ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും പിന്നെ ABC എത്തുവാണെങ്കിൽ എന്തായാലും എനിക്ക് വേസ്റ്റ് കൊണ്ടുകൊടുത്ത് എനിക്ക് ഫോട്ടോ എടുക്കണം, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയതാ. അപ്പോൾ അവിടെ എത്തി അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. പിന്നെ അവിടുന്ന് ഒരു മുട്ടൽ ഒരു മുട്ട കഴിക്കാൻ തോന്നുന്നുണ്ടായിട്ടില്ല അന്നേരം. വിശക്കുന്നുണ്ടെങ്കിലും കൂടി ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു മുട്ട എങ്ങനെയല്ലോ കഴിച്ച് ബാക്കി ഒരു മുട്ട എടുത്ത് ബാഗിൽ വിട്ടിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി. സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഞാൻ എത്തിയല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ നല്ല നടക്കോ സ്പീഡ് നടക്കോ ഒരു പ്രശ്നമില്ല, പിന്നെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എത്തിയാൽ മതി, ഇട്ടതിന് മുന്നേ എത്തിയാൽ മതി. അപ്പം തിരിച്ച് എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടായി. എൻ്റെ മേത്തും അത് എത്ര ദിവസം എടുത്ത് തിരിച്ചിറങ്ങാൻ? 4 മണിക്കൂർ. 4 മണിക്കൂറുള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ 4 മണിക്കൂർ എടുത്തല്ലോ ഞാൻ. പിന്നെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്താൻ 4 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും ഒരു ഏകദേശം 6-7 മണിയായി. എൻ്റെ തലയിൽ മൊത്തം മഞ്ഞും ഒക്കെ ആയിട്ട് ഇരുട്ടായിരുന്നു. അതൊരു അനുഭവം നമുക്ക് ഒരിക്കലും ഇവിടെ പോയാലും കിട്ടൂല, അത്രക്കൊരു അനുഭവമാണത്. ഇനി ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം അതാ? ഇതേപോലെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ചൈന വൻമതിൽ. അത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് അറിയുന്നതാണ്. അടുത്ത ലക്ഷ്യം അതാണ്. ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി എത്ര സ്ഥലങ്ങളുണ്ട്? ലോകം മുഴുവൻ കാണുന്ന ആഗ്രഹമാണ്. ലോകം മുഴുവൻ കാണണമെന്നാണ് ആഗ്രഹം. ലോകം മുഴുവൻ കാണണം എന്നാണ് ആഗ്രഹം. അത് സാധിക്കും തോന്നുന്നുണ്ട്. ഇപ്പോ സാധിക്കുന്ന എൻ്റെ വിശ്വാസം, സാധിപ്പിക്കണം. അപ്പോഴും ഈ തയ്യൽ കാശ് കൊണ്ടിട്ട് കിട്ടും, അതിനുള്ള പറ്റുമായിരിക്കും. നമ്മുടെ എന്താണ് ആഗ്രഹം, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, അപ്പൊ പറ്റുമായിരിക്കും. നമ്മൾ നിലവിൽ ഇപ്പൊ പോയതും ഒരു വളയും മാലയും മണയും വെച്ചിട്ടാണല്ലോ. ഇനി അത് തിരിച്ചെടുത്തിട്ട് പിന്നെയും ഇതുപോലെ ആവശ്യം വന്നാൽ അത് വെക്കും. അങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നമ്മൾ കാണാൻ മതി ഇതുപോലെ എവറസ്റ്റിന്റെ ഒരു ഫോട്ടോ കണ്ടതുപോലെ അടുത്ത കാണാൻ പോകുന്ന ചൈന വൻമതിലിന്റെ ത്രില്ലിംഗ് ആയിട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്നാലും അതിനുവേണ്ടി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഞങ്ങൾ? അതിപ്പം എനിക്കൊന്നും പറയാൻ പറ്റൂല, എത്രയും വേഗം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വീഡിയോ എല്ലാം ഒന്ന് സെറ്റായി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ അപ്പം തന്നെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം പോകണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.